ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ വൻമതിലിൽ പോയ കാര്യം ഞാൻ പറഞ്ഞു. പക്ഷെ പോയപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ പറയാൻ വിട്ടുപോയി. അത് വിട്ടതായിട്ട് ഓർമ്മയുണ്ട് ഇത്. പക്ഷേ അത് അതും ഇതും കൂടെ രണ്ടും കൂടെ ഒന്നിച്ച് പറയണമെന്ന് വിചാരിച്ചപ്പം ആ വീഡിയോയുടെ വലിപ്പം കൂടി പോകും. വേറെ മാർഗ്ഗവുമില്ല. അപ്പോൾ അത് മറ്റേതൊക്കെ പറഞ്ഞു തീർന്നപ്പോഴാണ് ബാക്കിയുള്ള കാര്യം ഓർക്കുന്നത്. അതുകൊണ്ട് അതിപ്പോൾ പറയാൻ ഉള്ള ഉദ്ദേശമാണ്. ഈ ചൈനയിൽ ഒരുപാട് തുരങ്കപ്പാതകളുണ്ട് കേട്ടോ. തുരങ്കപ്പാതകളെന്ന് പറഞ്ഞാൽ ഒരുപാട് തുരങ്കങ്ങളുണ്ട്, ധാരാളം. അത് കിലോമീറ്ററുകൾ കണക്കിന് പോകുന്ന തുരങ്കങ്ങളുണ്ട്. പിന്നെ ഇത് ഞാൻ അതിലും കൂടുതൽ തുരങ്കങ്ങൾ കണ്ടേക്കുന്നത്, അത് ഏറ്റവും കൂടുതൽ ലോകത്ത് തുരങ്കങ്ങൾ കൂടുതലുള്ളത് നോർവേയിലാണ്. ഞങ്ങൾ നോർവേ പോയപ്പോൾ ഞാൻ ബെർജനിൽ പോയി കഴിഞ്ഞിട്ട് ബെർജനിൽ നിന്ന് ഓസ്ലോയിലേക്ക് ട്രെയിൻ യാത്ര നടത്തി. കാരണം അങ്ങോട്ട് പോയത് ഓസ്ലോയിൽ അങ്ങോട്ട് പോകാം, എന്നിട്ട് ഓസ്ലോയിൽ നിന്ന് തിരിച്ച് കോപ്പൻഹേഗനിൽ പോകാനായിട്ട് പിന്നെ ഞങ്ങളത് ബൈ ഷിപ്പാണ് കോപ്പൻഹേഗനിലേക്ക് പോകുന്നത്. അപ്പോൾ ബെർജനിൽ നിന്ന് ട്രെയിൻ യാത്ര ഇതിങ്ങനെ പോകുമ്പോൾ അതായത് നമുക്ക് ഒരു അരമണിക്കൂറിനകത്ത് വെച്ച് തുരങ്കമാണ്. തുരങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-8 കിലോമീറ്ററൊക്കെ നീളമുള്ള തുരങ്കങ്ങളാണ്, എല്ലാം പർവ്വതങ്ങളാണ്. അത് മുഴുവൻ അതിനടിയിൽ കൂടെ അകത്തൂടെ തന്നെ മുഴുവൻ തുരങ്കപ്പാതയാണ്. നല്ല സ്റ്റൈലനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രത്തോളം ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു അപ്രോച്ച് അതിൽ കാണുന്നില്ല. കാരണം ഒരുപാട് പഴക്കമുള്ളതാണ്. ഇവിടെ ഈ ചൈനയിലെ റോഡുകൾ ഞാൻ പറഞ്ഞല്ലോ, എക്സംപ്ലറിയാണ്. റോഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കട്ടർ എന്നൊക്കെ പറയുന്നത് അതെങ്ങും ലോകത്ത് വേറെ എങ്ങും കാണാൻ കിട്ടത്തില്ല. നമുക്കിവിടെ മാത്രമേ ഉള്ളൂ കട്ടർ എന്ന് നമ്മൾ പറയുന്നത്, വേറെ എങ്ങും കാണാൻ കിട്ടത്തില്ല. അവിടെ അതിങ്ങനെ നിരന്ന ഒന്നാം തരം റോഡാണ്, നല്ല സ്റ്റൈലൻ റോഡുകൾ. ആ റോഡ് ഈ പോകുന്നത്, അതായത് ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങൾ ഈ പറയുന്ന ബാഡ്ലിങ് ഏരിയയിലേക്ക് പോവുകയാണ്. ബാഡ്ലിങ് ഏരിയയിൽ ചെല്ലാനായിട്ട് പോകുന്ന ആ വഴിയെന്ന് പറയുന്നുണ്ടല്ലോ, പ്രകൃതി രമണീയമായ റോഡാണ്. അതെല്ലാവരും കാണണം. ഞാനത് എടുത്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല പച്ചപ്പുള്ള മലനിരപ്പുകൾ, അത് വലിയ മലകളാണ്. ആ മലകൾ അതുപോലെ താഴ്വാരങ്ങൾ, ഇതിൽ ഈ മലകളെല്ലാം നല്ല പച്ചപ്പുള്ളതാണ്. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ മൂന്നാറിലേക്കൊക്കെ പോകുന്ന ഒരു ഫീല് നമുക്ക് വരും. കാരണം എല്ലായിടവും നമ്മൾ പച്ചയും കണ്ടുകൊണ്ടാണല്ലോ പോകുന്നത്. നമ്മുടെ കേരളത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലിംഗ് വരും, അതാണ്. പക്ഷേ നല്ല സൗന്ദര്യമുള്ള റോഡ്, അതിൻ്റെ സൈഡൊക്കെ ഒരു അപകടവും വരാത്ത വിധത്തിൽ കെട്ടിയേക്കാണ്. കാരണം ഈ മലയുടെ ഓരത്തൂടെ പോകും. ചിലയിടത്ത് വരുമ്പോൾ നല്ല തുരങ്കങ്ങൾ, വലിയ തുരങ്കങ്ങളുണ്ട്. അപ്പോൾ ഈ മലയുടെ ഓരത്തൂടെ പോകുമ്പോൾ നമുക്ക് വളരെ ദൂരെ ആ മലയുടെ ആ സൗന്ദര്യം നമുക്ക് കാണാം, പ്രകൃതി സൗന്ദര്യം മുഴുവൻ കാണാം. ആ റോഡിൽ നമുക്ക് കാണേണ്ട ഒരു കാഴ്ചയാണ് ആ റോഡിലൂടെയുള്ള യാത്ര. അത്ര സുന്ദരമാണ് അത്. ഞാൻ വളരെയധികം ആസ്വദിച്ചു ആ റോഡിലൂടെയുള്ള യാത്ര. അത് ഇനി അതേപോലെ തന്നെ അതങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ പലയിടത്തും പെട്ടെന്നങ്ങ് തുരങ്കം വരും. കാരണം ചില മലയ്ക്കകത്തൂടെ തന്നെ പോകുന്നത്, അതും പല പർവ്വതങ്ങളാണ്, അതിനകത്തൂടെ തന്നെ അങ്ങ് പോകും. അത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മോഡേൺ ആയിട്ട് ഉള്ള അപ്രോച്ചിൽ അത് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ലൈറ്റിംഗ് ഫെസിലിറ്റിയും എല്ലാം ഉണ്ട് അതിനകത്ത്. അതാണ്. മറ്റേത് റെയിൽവേ ലൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടന്നു പോകുമ്പോൾ അതിനകത്ത് വലുത് ലൈറ്റൊന്നും വേണമെന്നില്ലല്ലോ തുരങ്കത്തിനകത്ത്. അത് ട്രെയിനിനകത്ത് ലൈറ്റുണ്ട്, അതങ്ങ് പോകും. ലൈറ്റ് ഇട്ടുകൊണ്ടായിരിക്കും ട്രെയിൻ പോകുന്നത്. ഏതായാലും അത് ഒരു നല്ല കാഴ്ചയായിരുന്നു. അവിടെ തുരങ്കങ്ങൾ അതുപോലെ വലിയ തുരങ്കങ്ങളായിരുന്നു. അതിനോട് അത്രത്തോളം വലിപ്പം വരുന്നില്ലെങ്കിൽ പോലും ഇവിടെയും നല്ല സ്റ്റൈലൻ തുരങ്കങ്ങൾ ഇവിടെ ഉണ്ട്. കൊള്ളാം. നല്ല ആ തുരങ്കത്തിനകത്തോടെല്ലാം യാത്ര ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ബാഡ്ലിങ് സെക്ഷനിൽ ചെന്നു. ബാഡ്ലിങ് സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബസ്സൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. വലിയ റോഡാണ്. ആ റോഡിൻ്റെ ആ സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ ഗേറ്റ്. കടന്ന് നമ്മൾ അകത്തോട്ട് ചെല്ലണം. അപ്പോൾ ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ അങ്ങ് ഇതിലേക്ക് കയറുകയല്ല, അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇത് വലിയ മലയുടെ മണ്ടയിലാണ്. നമുക്ക് പോയിട്ട് അവിടുന്ന് വേണം പിന്നെ ഈ പടികൾ കയറി ഈ വൻമതിലിൻ്റെ മുകളിൽ എത്താൻ. അപ്പോൾ ആ പടികൾ തുടങ്ങുന്നതെന്ന് പറയുന്നത് വലിയ ഉയരത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെ വരെ പോകുന്നത്
ഒരിക്കലും നടന്നു കയറുന്ന പ്രായോഗികമല്ല. നടന്ന് കയറാം, വളരെ കഷ്ടപ്പെട്ട് നടന്ന് കയറണമെങ്കിൽ അതിന് റോഡും വേണം. അതിന് പകരം അവിടെ എന്താ ഉള്ളതെന്നറിയോ? ഒരു കേബിൾ കാർ ഉണ്ട്. 2 കോച്ചുകൾ മാത്രമേ ഉള്ളൂ ആ കേബിൾ കാറിന്. അങ്ങനെയുള്ള ഒരു കേബിൾ കാറാണ്. ആ കേബിൾ കാറ് ഇതിനകത്ത് നമ്മൾ കയറി. അപ്പോൾ അതിനകത്ത് ടിക്കറ്റുണ്ട്. ആളുകളെ കറക്റ്റായിട്ടുള്ള സമയത്തെ അതിൽ വിടുകയുള്ളൂ. ആ കേബിൾ കാർ വരുന്ന സമയത്തുനിന്ന് വേണം നമ്മളതിനകത്ത് പ്രവേശിക്കാൻ. ആ കേബിൾ കാറിലൂടെയുള്ള യാത്ര നല്ലതായിരുന്നു. കാരണം അതിങ്ങനെ മല ഇങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് താഴെ നിന്നുള്ള കാഴ്ചകൾ, നല്ല കാഴ്ചകൾ, ഈ പച്ചപ്പെല്ലാം കിട്ടും. നല്ലതാണ്, നല്ല കാഴ്ചയാണ്. അത് കയറി ആ കേബിൾ കാറിൽ കയറി ചെന്ന് വേണം നമുക്ക് ഇതിൻ്റെ മണ്ടയിലെത്താൻ. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ഒരു വിശാലമായ ഒരു ഹാളുണ്ട്. ആ ഹാളിനകത്തൂടെ നമുക്ക് കയറി നേരെ ഒരു മുറ്റം പോലുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ ഫോട്ടോഗ്രാഫിക്കുള്ള സ്ഥലമാണ്. അവിടെ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അവരുടേതായിരുന്നു പോണ്ട് വേലിയൊക്കെ കെട്ടി മറച്ച് അതിനകത്ത് ചിലർ വന്നിരുന്നു, ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ മാവോ സേ തൂങ്ങിൻ്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. ആ പ്രതിമയുടെ മുമ്പിൽ ആളുകൾ വന്നിരുന്ന് ഫോട്ടോ എടുക്കും. ആ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്ത് കൊടുക്കും. ഈ മന്മതിലും കണ്ടിട്ട് തിരിച്ചു വരുന്നു, ആ ഫോട്ടോ കൈ കൊടുക്കും. അതിന് പണം കൊടുത്താൽ മതി. ആ രീതിയിലുള്ളതുണ്ട് ക്യാൻവാസ് ചെയ്യാനായിട്ട്. പക്ഷേ അതിനകത്ത് കയറി നിന്ന് നല്ലതായിട്ട് ഫോട്ടോ അത് അയാൾ സമ്മതിക്കത്തില്ല നമുക്കെടുക്കാൻ. അങ്ങനെ. പക്ഷേ നമുക്ക് ഇവനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും അതിന് മുതിർന്നില്ല. അവിടെ ഇവിടുന്ന് ആ മുറ്റത്തുനിന്ന് വേണം നമ്മൾ അത് പടി കയറാൻ. ആദ്യം പടിയല്ല ഉള്ളത്, പടവുകളല്ലാതെ ഇങ്ങനെ അതായത് വീൽ ചെയറിൽ വരുന്ന ആളുകളുണ്ട്. വീൽ ചെയറിൽ വന്ന ആളുകൾ അവിടെ ഇരിപ്പുണ്ട്, ഒരുപാട് പേര്. ഞാൻ പറഞ്ഞില്ലേ, ഈ ആളുകൾക്ക് അവശത ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, പല അവശതയൊക്കെ ഉണ്ട്. പ്രായമായി ചിലർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വിദേശങ്ങളിലൊന്നും അവർ യാത്ര വേണ്ടെന്ന് നോക്കത്തില്ല. അവർ പോവും, അവർ യാത്ര ചെയ്യും. ഇവിടെ എയർപോർട്ടുകളിലൊക്കെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരാവശ്യമില്ലാത്ത, ഒരു ഗുരുവും ഇല്ലാത്തത് കയറിയിരുന്ന് അങ്ങ് ഇരിക്കും ഇതിനകത്ത്. അതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? നേരത്തെ പോയി കയറാം. ഈ ഓരോരുത്തർ തെള്ളിക്കൊണ്ട് നടക്കും. അതിൻ്റെ ആ കാശ് കൊടുത്തേച്ചാൽ മതി, അതും കൊണ്ട് നടക്കും. അങ്ങനെയാണ്. അപ്പോൾ ആ ഇടപാട് അല്ല അവിടെയൊക്കെ ഞാൻ വിദേശങ്ങളിൽ കാണുന്നത്. അവിടെ നടക്കാൻ വയ്യാത്ത ആളുകൾ മാത്രമേ ഉള്ളൂ വീൽ ചെയർ കയറുന്നത്. അതുപോലെ നമ്മുടെ ഈ എയർപോർട്ടിലെ പോലെ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്തുവാ? ഇത് വീൽ ചെയറുകാരുടെ സംസ്ഥാന സമ്മേളനമാണെന്ന് നമ്മൾ വിചാരിക്കും. കാരണം അതുപോലെ ഒരു 10-20 വീൽ ചെയറുകളാണ് നമ്മൾ കാണുന്നത്, ഒരാവശ്യമില്ലാതെ. ഇതങ്ങനല്ല. വീൽ ചെയറിൽ അവിടെ വന്നിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടു ധാരാളം. അവർ വീട്ടിൽ ഇരിക്കത്തില്ല, അവർക്കിത് കാണണം, കാഴ്ച കാണണം. വയ്യ എങ്കിൽ പോലും അവർ സഹായിയുണ്ട് കൂടെ. അത് ബന്ധുക്കളാരെങ്കിലും ആണ്, ഭാര്യയും ഭർത്താവും. ഭാര്യമാരെ ഇതുപോലെ വീൽ ചെയറിൽ ഇരുത്തി തള്ളിക്കൊണ്ടുവരുന്ന ഭർത്താക്കന്മാരെ ഒരുപാട് പേര് കണ്ടു. നേരെ മറിച്ചും ഞാൻ കണ്ടു. അത് ഒരു നല്ല കാഴ്ചയായിരുന്നു.